കർത്താവിന് സ്തോത്രം. എല്ലാ ദൈവജനത്തിനും ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശേഷ കർത്താദാസന്മാർക്കും വന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് ഉപവാസവും പ്രാർത്ഥനയുമായി ഈ ദിനങ്ങളിൽ മുട്ടുകളെ മടക്കുവാൻ കർത്താവ് കൃപ തന്നല്ലോ. ഇതിനാൽ നമുക്ക് വേണ്ട ക്രമീകരണങ്ങൾ ദൈവം ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് വെളിപ്പെടുന്ന സമയമാണ് വചന ശുശ്രൂഷ എന്ന് പറയുന്നത്. വചനം പറയുമ്പോൾ പറയുന്നയാളുടെ മഹത്വമല്ല, ആ വെളിപ്പെട്ടു വരുന്ന വചനങ്ങൾ കേൾക്കുമ്പോൾ അറിയാം ദൈവം എന്ത് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത്. നാം ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പല കാര്യങ്ങൾ കേൾക്കേണ്ടതായിട്ട് എൻ്റെ ഇടയ്ക്കൊരു കാര്യം കേട്ടു. ലക്ഷണം, മുഹൂർത്തം മുതലായിട്ടുള്ള കാര്യങ്ങൾ. ഒരു ആരാധനാലയത്തിൽ, ഒരു ക്രിസ്തീയ ആരാധനാലയത്തിൽ നിൽക്കുകയാണ്. രാവിലെ അവിടെ കുപ്പായവും വലിയ വലിയ പദവിയിലിരിക്കുന്നവരെല്ലാവരും ഉണ്ട്. കല്യാണം നടക്കണം. കല്യാണം നടക്കാനായിട്ട് വെളുപ്പിന് വന്നതാണ്. നേരം വെളുത്തിട്ടില്ല. 7:25 വേണം ഈ പരിപാടി നടക്കാനായിട്ട്. 7:25 അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മുഹൂർത്തം മാറും. വിശ്വാസം ഏതാണെന്നറിയോ? ക്രിസ്തീയ വിശ്വാസത്തിലായി പറയുന്നത്, ക്രിസ്തീയ വിശ്വാസത്തിലാണ്. അപ്പോൾ ഇന്ന് ഇതിലേക്ക് ഇതൊക്കെ ഉണ്ട്. ഇതിലേക്ക് ക്രിസ്തീയതയിലേക്ക് ഇതൊക്കെ വന്നിരിക്കുന്നു. ഒരു സ്ഥലത്ത് വിളിച്ചു പറയുക, ഒരു ആരാധനാലയത്തിൽ വിളിച്ചു പറയുക, ശനിയാഴ്ച ഏകാദശിയാണ്. ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുന്നതാണ്. ശനിയാഴ്ച ഏകാദശിയാണ്. കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തേണ്ടവർ കൊണ്ടുവന്ന് ശനിയാഴ്ച തന്നെ കൊണ്ടുവന്നത് ചെയ്യേണ്ടതാണ്. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. അത് കേട്ടിട്ടുണ്ട്. പറയാനുള്ളത് മുഴുവനും വേറെ എന്തൊക്കെ പറഞ്ഞതിന് ശേഷം ആരെയങ്ങ് ചാരി? യഹോവ അങ്ങ് ചാരി. അതാണ് ലോകം. അതാണ് ലോകം. ഇപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാറ്റിനും അതിൻ്റെതായ ഒരു പൊതി. ഡ്രൈവിങ്ങിന് പഠിക്കാൻ കൊച്ചു പോവുക, മകൻ പോവുക, പ്രാർത്ഥിക്കണം, കൊണ്ടുവന്ന് പ്രാർത്ഥിക്കണം. പൊതി കൊണ്ടെന്ന് വെച്ച്, എനിക്ക് പൊതി എന്തിനാ? എനിക്ക് ശുശ്രൂഷകനുള്ളതാണോ? ശുശ്രൂഷകനുള്ളതല്ല, ഒന്ന് പ്രാർത്ഥിച്ചു തരണം. സംശയം തോന്നി പൊതിച്ച് നോക്കിയപ്പോഴത്തേക്കും വെറ്റില, അടയ്ക്ക, പുകല, ചുണ്ണാമ്പ്, ഈ സാധനം എല്ലാം ഉണ്ട്. ഇപ്പോൾ അത് തുറന്ന് നോക്കിയില്ലായിരുന്നെങ്കിൽ ശുശ്രൂഷ അതിനു വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങ് വിട്ടേനെ. അപ്പോൾ ഇതാണ് വിശ്വാസ ഗോളം. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത്. നമ്മൾ കാണുമ്പോഴത്തേക്കും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. പറയുന്നവൻ ശത്രുവാണ്. ചോറിനാനിരിക്കുക, വളരെ ഭക്തനാണ്. ഉണ്ണുന്നതിന് മുമ്പ് ഈ തള്ളവിരലും ഈ ചെറുവിരലും കൂട്ടി ഒരു ചോറെടുത്ത് പുറത്തേക്ക് വെച്ചു. അതെന്തിനത്? അത് ചോറ്. ഇതിൽ വേറെ വിശ്വാസമൊന്നുമില്ല കേട്ടോ. കൊതി കെട്ടാതിരിക്കാൻ അടുക്കാൻ പറ്റില്ല. കാരണം കൊതി കെട്ടി വയറ് നിർത്തി എത്തുപോയി കഴിഞ്ഞാൽ നമ്മൾ മറുപടി വരേണ്ടി വരും. അപ്പോൾ അത് മിണ്ടാൻ നിർത്തിയില്ല. ഇത് അരിച്ചരിച്ച് എവിടെ കയറിയിട്ടുണ്ടെന്നറിയാമോ? എന്തൊക്കെ വിഭാഗത്തിലും ഇത് കയറിയിട്ടുള്ളതിനെക്കുറിച്ചാണ്. എന്നാൽ ഇതില്ലാത്തതാണോ? അല്ല, ഉള്ളത് തന്നെയാണ്. അതും കർത്താദാസനെ കൂടി നമ്മൾ കേട്ടല്ലോ. ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് ഭൂമിയിലുള്ള സ്വാധീനത നിനക്ക് ഗ്രഹിക്കാമോ? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇസ്രായേലിന് ഇത് ബാധകമല്ല. ഇസ്രായേൽ എന്ന് പറയുന്നത് ഇന്ന് പാലസ്തീനിൽ കിടക്കുന്ന ഇസ്രായേലല്ല. പിന്നെയോ സാക്ഷാൽ ഇസ്രായേലിന് ആരാ? ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാമാണ് പരിശോധനക്കാർ. നാമാണ് വിശ്വാസികൾ. നാമാണ് ഇസ്രായേലിയർ. സാക്ഷാൽ ഇസ്രായേലിയൻ. സാക്ഷാൽ ഇസ്രായേലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പി വെച്ച് നടക്കണവനല്ല, കുപ്പായിട്ട് നടക്കണവനല്ല. പിന്നെയോ കർത്താവ് പറഞ്ഞു, ഇതാ ഒരുവൻ വരുന്നു, സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. ഇസ്രായേലിനവൻ്റെ ഒന്നാമത്തെ യോഗ്യതയാണ് എന്തുണ്ടാകാൻ പാടില്ല? കപടം ഉണ്ടാകാൻ പാടില്ല. 71 സങ്കീർത്തനം പറയുന്നതാണ്. 71 സങ്കീർത്തനം പറയാണ്, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെയല്ലോ. അവൻ ആരാണ്? നിർമ്മല ഹൃദയമുള്ളവൻ. വീണ്ടും പറയുകയാണ്, നീ മനുഷ്യനെയും ദൈവത്തെയും
മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, പിന്നെയോ ഇസ്രായേൽ എന്നിരിക്കണം. അപ്പൊ ദൈവത്തെയും മനുഷ്യനെയും ജയിച്ചവനാണ്. ദൈവത്തെ ജയിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തെ ജയിക്കുന്നത് എങ്ങനെയാണ്? ഒരാൾ ദൈവത്തെ ജയിക്കുന്നത്, ബാക്കിയുള്ള എല്ലാവരും ജയിക്കാം, ദൈവത്തെ ജയിക്കുന്നത് എങ്ങനെയാണ്? കർത്താവിന്റെ സഹോദരം, ദൈവത്തെ ജയിക്കാനായിട്ട് വേദപുസ്തകത്തിനകത്ത് 1-2 വഴികൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനാൽ നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. ഏതിനാലാ? ദശാംശത്താൽ. അങ്ങനെ വേറൊരു വഴിയുണ്ട്. ഏത് വഴി? മോശയോട് കർത്താവ് പറഞ്ഞു, മോശയോട് കർത്താവ്, നീ എന്നെ വിടുക, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കാൻ പോവാ, ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാൻ പോവാ, നീ എന്നെ എന്ത് ചെയ്യണം? വിടണം. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉടയവനെ മോശ എന്ത് ചെയ്തിരിക്കുക? പിടിച്ചു നിർത്തിയിരിക്കുക. എങ്ങനെ പിടിച്ചു നിർത്തിയേ? നെടുമ്പാട് വീണ് കരയുക. തൻ്റെ ഭക്തൻ തൻ്റെ മുമ്പിൽ വീണ് ആത്മാർത്ഥമായിട്ട് കണ്ണുനീര് വരുമ്പോൾ അതിനെ വിട്ട് മാറിക്കളയാൻ നിർത്താൻ സാധിക്കില്ല. അവിടെ നിൽക്കും. അങ്ങനെ നിലവിളിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നവരെയും. എവിടം വരെയാ നിലവിളി എന്ന് പറഞ്ഞാൽ? പല നിലവിളിയുണ്ട്. വചനം പറയുന്നത്, ദാസന്റെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്ക് എന്ന പോലെ ബാക്കി. ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക്. ആ വാക്കാണ്. ഏത് വാക്ക്? അവൻ എന്നോട് കൃപ ചെയ്യുവോളം, എന്ന് കൃപ ചെയ്യുന്നുവോ അന്ന് എൻ്റെ കണ്ണീര് തീരുവോ. അത് ശോധന ഉണ്ടാവും. കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ മടുത്ത്, ഞാൻ കുറേ നേരമായി, ഇതൊക്കെ കുറേ നാളായി ഞാൻ കാണുന്നു, എഴുന്നേറ്റ് അവൻ്റെ വഴിക്ക് പോയി. അങ്ങനെയല്ല. പിന്നെ ഏതുവരെ? കൃപ ചെയ്യുവോളം. ദൂതം പറയും, നീ എന്നെ വിട്, എനിക്ക് പോകാറായി, നേരം വെളുത്തു കഴിഞ്ഞാൽ എനിക്കവിടെ നിൽക്കാൻ പാടില്ല, എനിക്ക് പോകണം. ഞാൻ പറഞ്ഞു, യാക്കോബ് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ ഞാൻ നിന്നെ വിടില്ല. എൻ്റെ കണ്ണീര് നിൽക്കണമോ? എനിക്ക് എന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്നറിയാവോ? അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ആ അനുഗ്രഹം വന്നിട്ടല്ലാതെ എൻ്റെ ദുഃഖം തീരില്ല. നിവർത്തിയില്ല. ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. ആര്? അശൂര്യ പടയാളികൾ ഒരു ദൂതൻ എടുത്ത് ഒരു വാള് വീശിയപ്പോൾ 1,80,000 പേര് മരിച്ചു. അതുപോലൊരു ദൂതനാണ് ഇവിടെ മല്ലുപിടിക്കാൻ വന്നിരിക്കുന്നത്. ആ ദൂതനെ ആര് ജയിച്ചു? ആ ദൂതനെ യാക്കോബ് ജയിച്ചു. കർത്താവിന്റെ സഹോദരൻ, അവനാണ് ആര്? ഇസ്രായേൽ. അല്ലാതെ ഇസ്രായേൽ എന്ന് പറഞ്ഞ പേര് പറഞ്ഞുകൊണ്ടിരുന്നത് ഇസ്രായേലിനാവില്ല. അതിനൊക്കെ ഒരുപാട് വ്യവസ്ഥകളുണ്ട്. മറ്റൊരു വാക്കിൽ പറയുകയാണ്, നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ പറയുകയാണ്, കർത്താവ് പറയുകയാണ്, ഇസ്രായേൽ എൻ്റെ ആദിയാതൻ, എൻ്റെ മകൻ, എന്നെ ശുശ്രൂഷിക്കാൻ എൻ്റെ മകനെ വിട്ടയക്കാൻ. അപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവത്തിൻ്റെ മകനാണ്. ഇപ്പം എത്രയായി? ഒന്ന് കപടമില്ലാത്തവനാണ്, ഒന്ന് നിർമ്മല ഹൃദയമുള്ളവനാണ്, മൂന്നാമത്തത് ദൈവത്തെ ജയിച്ചവനാണ്, നാലാമത്തത് ദൈവത്തിൻ്റെ മകനാണ്. ഇവനാണ് ഇസ്രായേൽ. ഇങ്ങനെ ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പണ്ടത്തെ ഓർമ്മയിലൊക്കെ വെച്ച് വരുമ്പോഴത്തേക്കും പഴയ ഓർമ്മകൾ എടുക്കാം. ഈ വീട്ടിൽ ഞങ്ങൾ വരുമ്പോഴത്തേക്കും പണ്ട് ജാതികളായിരിക്കുമ്പോൾ ഒരു ലക്ഷണമുണ്ട്. പച്ച വിട്ടിൽ കണ്ടണം, അതൊരു പ്രത്യേകത. അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കണ്ടല്ലോ. എന്നാ കാരണം? പണം വരുമെന്നാ പറഞ്ഞത്. അപ്പോൾ ഇത് പണ്ട് വിശ്വാസത്തിക്കൊന്നും നമുക്കതൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു കടത്തിൽ മുങ്ങി നിൽക്കുക ഒരു കർത്താവിൻ്റെ ദാസൻ, കൂട്ടുകാരനും കൂടെ രണ്ടുപേരും ഇരിക്കുക മേശയുടെ അപ്പുറത്തും. അപ്പോൾ ഈ ഒരു വീട്ടിൽ വന്നിരുന്നു. വരവേ വേറെ ഒന്നുമല്ല. ഇതെല്ലാം വിട്ടതാ. 10-28 വർഷം മുമ്പ് ഇതൊക്കെ വിട്ടതാ. പോകണ്ടേ? വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വിടുവോ? വിടൂല്ല. മേശയുടെ അപ്പുറത്തിരിക്കുന്നത് വന്ന് വീണ് രണ്ടുപേരെയും മുഖം തെളിഞ്ഞു. വിശ്വാസിയാ, അഭിഷേകം പ്രാപിച്ചതാ, സ്നാനപ്പെട്ടതാ, എല്ലാ കാര്യങ്ങളും ചെയ്തതാ, മറ്റുള്ളവരെ ഉപദേശിക്കുന്നതാ. പക്ഷെ ഇപ്പം എന്ത് ചെയ്തു? മുഖം തെളിഞ്ഞ്. എന്താ ഇത് കണ്ടപ്പോൾ? എന്തായാലും ദോഷമല്ലല്ലോ. ഇത് എവിടെ കിടക്കുന്നതാ? അത് ഉള്ളിക്കണം. അത് കർത്താവ് ക്ഷമിക്കും. കാരണം എന്താ? ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുത്തതാ. ബാക്കി പറ. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയല്ലയോ? ഇതിൻ്റെ അംശമൊക്കെ നമ്മളെല്ലാവരിലും ഉണ്ട്.
പക്ഷെ അതിന് കീഴടങ്ങരുതെന്ന് മാത്രം, അതിന് പിന്നാലെ പോകരുതെന്ന് മാത്രം. അതിന് പിന്നാലെ ഒരു കാര്യത്തിന് പോയാലുണ്ടല്ലോ, ഒരു കാര്യത്തിന് അതിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി സർവ്വതും. പിന്നെ ഒരാൾ ഒരു തുണി കച്ചവടത്തിന് പോയിട്ട് ഇത് നോക്കിപ്പോയി, ഏതായിരുന്നാലും ഇതും കൂടെ നോക്കിപ്പോകാം. നോക്കിപ്പോയതിന് ശേഷം അവൻ അതുകൊണ്ട് അവൻ്റെ ജീവിതം വേറെ മറ്റൊന്നായിപ്പോയി, ഒന്നുമില്ലാതായിപ്പോയി. ഒരിക്കലും നമുക്കത് നോക്കാൻ പാടില്ല. ഒരിക്കലും നമുക്കത് എന്താണെന്ന് അതിന് പിന്നാലെ പോകേണ്ട കാര്യമില്ല. കാരണം നമുക്ക് സമയമില്ല, മുഹൂർത്തമില്ല, നമുക്കൊരൊറ്റ സമയമാണ്. ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ 2 3 പേർ സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്താണ് കൂടി വരുന്നതെങ്കിൽ അവിടെ ആരുണ്ട്? കർത്താവും. ഇവിടെ നമുക്ക് സ്ഥാനമൊന്നുമില്ല. ഇവിടെ നമുക്ക് എല്ലാം സ്ഥാനമാണ്. അല്ലെങ്കിൽ കർത്താവ് പറയണം അത് വേണ്ടാന്ന് പറയണം, അല്ലെങ്കിൽ അവിടെ വേണ്ടാന്ന് പറഞ്ഞ് തടുക്കണം കർത്താവ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിച്ചതായിരിക്കും. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ വിശദീകരിച്ച് പറഞ്ഞതേ ഉള്ളൂ. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തുകൊള്ളണം. ലോകജാതികളൊന്ന് നോക്കണം, കാരണം അതിന് കീഴ്പ്പെട്ടവരാണ്. നമ്മളോ അതിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർ വീണ്ടും അത് നോക്കേണ്ട കാര്യമില്ല, നോക്കാൻ പാടില്ല. നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ പിന്നാലെ കൂടുവാനിടയായിത്തീരും. അനേകരുടെ ജീവിതത്തിൽ കിടക്കുന്ന കെട്ടഴിയാത്ത പ്രശ്നങ്ങൾ ഇതാണ്. കിടന്നു ആയുഷ്കാലത്ത് വചനം, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു വചനം പറഞ്ഞു മനസ്സിലാവില്ല. മണിക്കൂറുകൾ പ്രസംഗിച്ചോ മനസ്സിലാവില്ല. എന്താ കാരണം? 1 മണിക്കൂർ പ്രസംഗിച്ചതിൻ്റെ ഇടയ്ക്ക് ശുശ്രൂഷകൻ പറഞ്ഞു, ഇത് കേട്ടിട്ട് ശേഷം മനസ്സിലാകാത്തവരും ഇതിനകത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. പ്രസംഗം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒറ്റ വാക്ക് മാത്രം ഓർത്തെന്നറിയാം. കഥാദാസൻ പറഞ്ഞതൊന്നും മനസ്സിലാകാത്ത അവിടെ ഇരിപ്പുണ്ടെന്നൊരു വാക്ക് കേട്ടു. ബാക്കി ദൂത് പറഞ്ഞതൊന്നും കേട്ടു. എന്താണ് കാരണം എന്നറിയാം? എന്താ കാരണം? സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഈ പ്രമാണം നമ്മുടെ ഉള്ളിലും നമ്മുടെ വായിലും ഉണ്ടാകാൻ ഒരു വഴിയുണ്ട്. ഏത് വഴിയാണ് എന്ന് പറഞ്ഞു. കാരണം ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഴയ നിയമത്തിൽ പഠിക്കുന്നത് 10 കൽപ്പനകളാണ്. ഇതെന്ന് പറയുന്നത് ഏതാണെന്നറിയോ? സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണമാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതയുണ്ട്. 10 കൽപ്പന പോലെയല്ല, 39 ദിവസം പോലെയല്ല. ആ പുസ്തകത്തിൽ ന്യായപ്രമാണം. ഇന്ന് ഇതിലോ സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണമാണ്. ഇത് വായിൽ എപ്പോഴും ഉണ്ടാകും, നമ്മുടെ ഉള്ളിലും ഉണ്ടാകും. അതിനൊരു വഴി ഏതാ? സ്തോത്രം. പുറപ്പാട് പുസ്തകം എടുത്ത് അതിവിടെ 10 പ്രാവശ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് മറന്നു പോരെന്ന് പറഞ്ഞതാണ്. ഞാനിവിടെ 2 വർഷം ഇരുന്നപ്പോൾ. എത്ര പറഞ്ഞാലും വചനത്തിന് ബാക്കി പറയില്ല. പതിമൂന്നാം അധ്യായം 9 വാക്യം. യഹോവയുടെ ന്യായപ്രമാണം എവിടെ ഉണ്ടാകണം? നിന്റെ വായിൽ ഉണ്ടാകണം. വാ തുറന്നു കഴിഞ്ഞാൽ ഇരിക്കണം. അത് ഏതിന്റെ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്? 11 അധ്യായത്തിന്റെ 1 വാക്യം വായിച്ചു. 1 വാക്യം. അതിന്റെ 1 വാക്യം. അതിൽ 7 മുതൽ പ്രധാന ഇത് ഏതിനെ സംബന്ധിക്കുന്ന? പെസഹായെ സംബന്ധിക്കുന്ന. അപ്പോൾ ഇസ്രായേൽ ജനം വായു തുറന്ന് സംസാരിക്കുമ്പോൾ യാന്ത്രികമായിട്ട് തന്നെ ഈ വചനം പുറപ്പെട്ടു വരും. എന്ത് കഴിച്ചാൽ? പെസഹ പ്രാഗൽഭ്യത്തോടെ ഭക്ഷിച്ച. ഇത് തന്നെയാണ് പുതിയ നിയമ പെസഹയാണ്. നമ്മുടെ പെസഹ കുഞ്ഞാടും അർഹപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. ഈ 27 ശുശ്രൂഷ പ്രാഗൽഭ്യമില്ലാതെ അനുഭവിച്ചു കഴിഞ്ഞാൽ
അവൻ്റെ ജീവിതത്തിൽ ഈ പുസ്തകം മുഴുവൻ കാണാതെ പഠിച്ചു, അവനൊന്നും നിൽക്കില്ല, അത് നിൽക്കില്ല. ഈ ശുശ്രൂഷ പ്രാഗൽഭ്യത്തോടെ. പ്രാഗൽഭ്യം എന്ന് പറഞ്ഞാൽ എന്താ? പ്രാഗൽഭ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടോടുമ്പോൾ നടുവേന്ന് പോകും. എല്ലാവരും ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കാൻ പറ്റും. പ്രധാനം ഓണം വന്നു. ഓണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളത് പോലെയല്ല, എല്ലാവർക്കും ഒരു ദേശീയ ഉത്സവമാണ്. കർത്താവ് അതിൽ നിന്നും ഭക്ഷിച്ച് ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ. പിന്നെ ഈ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് വഴക്കുണ്ടാക്കാൻ പോകും. അപ്പുറത്ത് പോയി അവർ പടക്കം പൊട്ടിച്ചു, അവർ പായസം ഉണ്ടാക്കി. അപ്പോൾ അത് നമ്മളൊരു പായസം ഉണ്ടാക്കി. അവർ ഇങ്ങനൊരു സാധനം വയ്ക്കും. അത് ഞാൻ വെച്ചിട്ടില്ല, അത് ഞാൻ വീട്ടിൽ വയ്ക്കില്ല, അത് പറഞ്ഞിട്ടുണ്ട്, അത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതും കഴിച്ചു. ഇത് ആരുടെയാണെന്നറിയാം? അവർ തന്നെ പറയേണ്ടത് ഇത് പാതാളത്തിലേക്ക് പോയ ഒരാളുടെ അയാളുടെ അടിയന്തര. അതിലൊക്കെ പങ്കുകൊണ്ടതിന് ശേഷം വന്നതിന് ശേഷം വചനം കേൾക്കാനിരിക്കും, അല്ലെങ്കിൽ വചനം പഠിക്കാനിരിക്കും. ആയുഷ് കാലത്ത് ഒരു വചനം തീർത്ത് തെറ്റില്ലാതെ വായിക്കാനോ പറയാനോ പറ്റില്ല. അതാണ് ദൈവത്തിൻ്റെ സഭയ്ക്ക് ഈ കിടന്ന് കുഴയുന്നതിൻ്റെ പല വിധത്തിലെയും വിഷയങ്ങളതാ. ഒരിക്കലും ദേശത്തിന് ഒരു സ്വഭാവമുണ്ട്, ദേശത്തിന് ഒരു ആരാധനാമൂർത്തിയുണ്ട്, ദേശത്തിന് ഒരു ഉത്സവമുണ്ട്. ക്രേത്തരാരാ? സർവ്വതാ അസത്യവാദികളും മടിയന്മാരായ പെരുവയർമാരും. ക്രേത്തര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടച്ചാക്ഷേപിക്കരുത്. പെരിങ്ങനാടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ഷേപമല്ലേ. പക്ഷെ അങ്ങനെയാ. എന്താണെന്നറിയാം? ആ ദേശാധികാരത്തിൻ്റെ സ്വഭാവമാണ് അത്. എന്താ അവരുടെ സ്വഭാവം? എന്നാ? ക്രേത്ത ദ്വീപ് ഇന്ന് നമ്മുടെ പാലസ്തീനിലെ അക്കരെ കാണുന്ന ഒരു ദ്വീപാണ് ക്രേത്ത. ഈ ക്രേത്തയിലുള്ള മനുഷ്യരുടെ പ്രത്യേകതയാണ് എന്താണ്? സർവ്വതാസത്യവാദികൾ നുണയെ പറയൂ. എന്നിട്ടത് സത്യമാണെന്ന് വാദിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്തത് മടിയന്മാരാ, ഒരു കാര്യം ചെയ്യില്ല. പിന്നെ മറ്റൊരു കുഴപ്പമില്ല. ഏതാ? പെരുവേറുണ്ട്. ഇത് അവരുടെ കുറ്റമല്ല. പിന്നെ ഏതാ? ആ ദേശത്ത് ജീവിക്കുന്നവരുടെ പ്രശ്നമാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്നറിയാം, ദേശത്തിൻ്റെ 3 കാര്യമാണ് അവിടെ. ഒന്ന്, ദേശത്തിനൊരു സ്വഭാവമുണ്ട്. രണ്ടാമത്, ദേശത്തിന് ഒരു ആരാധനാമൂർത്തിയുണ്ട്. ഒരു മൂർത്തിയുണ്ട്, ഇപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. അത് ഈ ആകാശ സൈന്യമായിട്ട് നമ്മൾ കേട്ടതുപോലെ ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തതാണ്, അവർക്കൊരു ഉത്സവമുണ്ട്. ഏത് ദേശത്ത് ചെന്നാലും. അത് പെരിങ്ങാടല്ല, അത് എറണാകുളത്തല്ല, അത് ലോകത്തിൽ ഏത് ദേശത്ത് ചെന്നാലും. കാരണം സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ഭൂമി, അത് മറന്നുപോയി, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു അറിയാം. പക്ഷെ ഭൂമി എവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്? ഭൂമി ദുഷ്ടന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അത് ദുഷ്ടനല്ല, ദുഷ്ടന്മാർ. അതായത് സർവ്വലോകവും ഭരിക്കുന്ന ഒരു ദുഷ്ടനും അവൻ്റെ കീഴിലുള്ള ദുഷ്ടന്മാർക്ക് ഭൂമി പങ്കിട്ട് കൊടുത്തേക്കുക. ഓരോ ദേശങ്ങൾ അതിൻ്റെതായി നിലയ്ക്കാം. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ 3 കാര്യങ്ങൾ ഒരു കാരണവശാലും അതിലേക്ക് പങ്കുകൊള്ളാതെ നിൽക്കണം. ഏതൊക്കെയാണ്? ദേശ സ്വഭാവം, ദേശത്തിലെ ഉത്സവം, പിന്നെ ദേശത്തിലെ ആരാധന. പങ്കുകൊള്ളരുത്. പങ്കു കൊണ്ടുപോയാൽ ജീവിതത്തിൽ ഈ ജീവിപ്പിക്കുന്ന വചനം നമ്മുടെ ഉള്ളിലുണ്ടാവുമെന്ന് വിചാരിക്കരുത്. ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തൻ്റെ മക്കൾ, തൻ്റെ ജനം വായ തുറന്നാൽ അതിൽ വചനം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് ഇത് മുഴുവൻ കാണാതെ പഠിച്ച് ഓർമ്മ വെച്ചുകൊണ്ടൊന്നും സാധിക്കില്ല. എത്ര പഠിച്ചാലും ആവശ്യമുള്ള സമയത്ത്. എന്നാൽ വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഇത് പൂർണ്ണമായിട്ട് വായിക്കാൻ പോലും കഴിയാത്തവരുടെ വായിൽ ഇതുള്ളത് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അനുഭവമാണ്. എങ്ങനെ വരുന്നു? ഭയത്തോടുകൂടി ദേശത്തെ ഉത്സവത്തിൽ നിന്നും, ദേശത്തെ ആരാധനയിൽ നിന്നും, ദേശത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നും വേർപെട്ട് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ജീവിച്ചു പോകുന്ന ഒരുവന്റെ വായിൽ ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ്. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെയുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ ആരും തടുക്കില്ല. ഒരു ശക്തിയും തടുക്കാനില്ല. കാരണം ദൈവം അവർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇതേ സമയം പോകും.
അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ വിഷയത്തിലേക്ക് വന്നില്ല. ഇത് ആവശ്യമുള്ളതാണ്, ഏറ്റവും ആവശ്യമുള്ളത് തന്നെ. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കേട്ടത് യഹോവ എന്ത് ചെയ്യുന്നു? അനർത്ഥ ദിവസത്തിൽ അവൻ എന്നെ ഒരു കൂടാരത്തിൽ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറക്കും, എന്നിട്ട് അതിന് ശേഷം പാറമേൽ എന്നെ. പെട്ടെന്ന് നമുക്ക് ചിന്തിച്ചു പോകണം. അനർത്ഥം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ആര് ചെയ്യുന്നതാണ്? അതിനും പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ വിശദീകരിച്ചിട്ട് അതിനൊക്കെ എടുത്ത സമയമാവും. അനർത്ഥം ദൈവം നിർമ്മിക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ, മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്യുമ്പോൾ ദൈവം നിർമ്മിക്കുന്നതാണ് അനർത്ഥം. ഒരു അനർത്ഥം ചെയ്തു, ഒരു പാപം ചെയ്തു, ദൈവത്തോട് ദ്രോഹം ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനു വേണ്ടി ഏത് ശിക്ഷ അവന് കൊടുക്കേണ്ടതെന്നുള്ളത് ചിന്തിക്കേണ്ട. കാരണം ന്യായവിധി എഴുതി വച്ചിരിക്കുന്നതാണ്. ഏത് തെറ്റിനും അതിൻ്റെതായ ശിക്ഷയുണ്ട്. അപ്പോൾ മനുഷ്യൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അനർത്ഥമുണ്ട്. കുറ്റമുള്ളവനെ വെറുതെ വിടാതെ 3ാമത്തെയും 4ാമത്തെയും തലമുറ വരെ സന്ദർശിക്കുന്നവനാണ് നമ്മുടെ ദൈവം. എത്രാമത്തെ തലമുറ വരെ? അവൻ കുറ്റമുള്ളവനെ എന്ത് ചെയ്യില്ല? വെറുതെ വിടില്ല. കുറ്റം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞു. എന്ത് നിർമ്മിച്ചു? അനർത്ഥം നിർമ്മിച്ചു കഴിഞ്ഞു. അനർത്ഥം നിർമ്മിച്ച് അങ്ങോട്ട് അയച്ചു. കാരണം അത് ദൈവത്തിൻ്റെ നീതിയാണ്. ദൈവത്തിൻ്റെ നീതി. ലോകത്ത് ചെയ്യുന്ന ഏത് തെറ്റുകൾക്കും ശിക്ഷയുണ്ട്. അത് അപ്പോൾ തന്നെ അവിടെ നിന്ന് അയച്ചു കഴിയും. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു തെറ്റിൽ വീണുപോയി. ദൈവം നീതിമാനാണ്. അവിടെ നിന്ന് അനർത്ഥം അയക്കുകയും ചെയ്തു. പക്ഷെ അനർത്ഥം അയച്ചെങ്കിലും നമ്മുടെ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ചിന്ത എന്താണെന്നറിയോ? ഈ അനർത്ഥം ഇവിടെ വരാൻ ഇത്ര ദിവസം എടുക്കും, അല്ലെങ്കിൽ ഇത്ര സമയം എടുക്കും. ദൈവം നിർമ്മിച്ച അനർത്ഥം നമ്മിലെത്താനായിട്ട് ഒരു സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ ഇവനെ എവിടെ വരണം? പറഞ്ഞോ, ഇവൻ തിരുനിവാസത്തിൽ കയറണം. കാരണം ഇവനെ ഒന്ന് രക്ഷിക്കണമെന്നുള്ള ആഗ്രഹം ദൈവത്തിനുണ്ട്. അതുകൊണ്ട് തിരുനിവാസത്തിൽ ഇതിനു മുമ്പ് കയറണം. തിരുനിവാസത്തിന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താ? തിരുനിവാസത്തിൻ്റെ പ്രത്യേകത എന്താ? കൂടാരത്തിൻ്റെ പ്രത്യേകത യഹോവേ, നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? പിന്നെ 91 സങ്കീർത്തനം, ഒരു ബാധയും നിന്റെ കൂടാരത്തിന്. അപ്പൊ അവിടെയാണ് പ്രശ്നം. തെറ്റ് ചെയ്തവൻ അനർത്ഥം അവിടുന്ന് വരികയും ചെയ്ത് ഇവിടെ വരുന്നതിന് മുമ്പ് അവൻ എവിടെ കയറണം? കൂടാരത്തിൽ കയറണം. ഇതാരുടെ ആഗ്രഹം? ഇതാണ് കർത്താവിന്റെ ആഗ്രഹം. കാരണം ആ അനർത്ഥം വരുന്ന അവൻ നശിക്കാതെ വേണം കൂടാരത്തിൽ കയറണം. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത് എന്താ? സഫന്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ. ആ വാക്യം വായിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ പഠനമായിരിക്കണം. വേഗം 2:1. സഫന്യാവാ ഒരു പുസ്തകം എടുക്കാൻ പറയുമ്പോഴത്തേക്കും ശ്രദ്ധിച്ച്, നാണമില്ലാത്ത ജാതിയെ, അതെന്തുകൊണ്ട് നാണമില്ലാതായി എന്നുള്ളതൊക്കെ പിന്നീട് പഠിക്കാം. നാണമില്ലാത്ത ജാതിയെ നിർണയം ഫലിക്കുന്നത്. എന്താ നിർണയം? എന്നാ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്ത് എന്താ അവിടെ നിന്ന് അയച്ചു? അനർത്ഥം അവിടെ നിന്ന് അയച്ചു. അനർത്ഥം അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അത് ഫലിക്കുന്നതിന് മുമ്പേ നാണമില്ലാത്ത ജാതിയെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു. അത് ഒന്നോടെ വായിക്കും. ആദ്യം വരെ വായിക്കും. നാണമില്ലാത്ത ജാതി നിർണയം ഫലിക്കുന്നതിന് മുൻപേ ദിവസം പകൽ പോലെ പാറിപ്പോകുന്നു. യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നതിന് മുൻപേ, യഹോവയുടെ കോപ ദിവസം നിങ്ങളുടെ മേൽ വരുന്നതിന് മുൻപേ കൂടി വരുവീൻ. കർത്താവ് സാധനം എന്ത് ചെയ്യണം? കൂടി വരുവീൻ. ദൈവസഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ബാക്കി പറയില്ല.
ദൈവസഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇന്ന് ഓർത്ത് കൊള്ളണം, നമ്മളാരും നീതിമാന്മാർ എന്ന് പറയുന്നത് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നീതിമാന്മാരാരുമില്ല. തെറ്റ് എല്ലാവരുടെ കയ്യിലും ഉണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് വീഴ്ചയുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും എന്ത് നിശ്ചയിച്ചിട്ടുണ്ട്? വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ, പാപം വന്നിട്ടുണ്ടെങ്കിൽ അനർത്ഥവും ആ അനർത്ഥം അവിടെ നിന്ന് അയച്ചിട്ടുമുണ്ട്. ആ അനർത്ഥം ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ പറയുകയാണ്, നാണമില്ലാത്ത ജാതിയെ, അനർത്ഥം നിർണയിച്ച് വന്നു കഴിഞ്ഞു, ദിവസം എങ്ങനെ പോകുന്നു? പതിര് പോലെ. എന്ന് പറഞ്ഞാൽ പതിര് പോകുന്നത് എങ്ങനെയാ? നെല്ല് പോകുന്ന പോലെ അല്ല പതിര് പോകുന്നത്. പതിര് പോകുന്നത് എങ്ങനെയാ? വേഗം പോയിക്കൊണ്ടിരിക്കുക. ശത്രു ഇതാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശത്രുവിൻ്റെ ഉദ്ദേശം ഈ അനർത്ഥം ഇവന്റെ മേൽ വരണം. അതിന് വേണ്ടിയിട്ട് ശത്രു നോക്കിക്കൊണ്ടിരിക്കുക. ദിവസം പതിര് പോലെ പോയിക്കൊണ്ടിരിക്കുക. കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, നാണമില്ലാത്ത ജാതിയെ, അനർത്ഥം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അത് നിന്റെ മേൽ വരുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്യണം? ഒന്ന് കൂടി വന്ന് നിന്റെ പാപമായിട്ട് പറ. ഇന്ന് കൂടി വന്നിരിക്കുന്നത് അതിനാ. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് കൂടി വന്നിരിക്കുന്ന ഉദ്ദേശം എന്ന് പറയുന്നത്, ഇന്ന് ദൈവസഭയിലുള്ള ഒരാൾ പോലും പുറത്തില്ലാതെ എല്ലാവരും എവിടെ കയറണം? കൂടാരത്തിൽ കയറണം. കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ടാണ് വചനം പറയുന്നത് എന്താ? കൂടാരത്തിൽ കയറിയവനാണ് പറയുന്നത്. കൂടാരത്തിൽ കയറി നിന്നു. കൂടാരത്തിൽ കയറിയതിന് ശേഷം പറയുകയാണ്, ആ കൃത്യം എന്റെ കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലത്ത് പറയില്ല. 49 കീർത്തനം വായിക്കും, 40 കീർത്തനം. എല്ലാത്തിനും എടുത്തു കഴിഞ്ഞാൽ സമയം പോകില്ലേ? അതുകൊണ്ടാ. നാൽപ്പത്തൊമ്പതിന് 49 സങ്കീർത്തനം 5-ാം വാക്യം. 49 സങ്കീർത്തനം 5-ാം വാക്യം. ആ കൃത്യം എന്റെ കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്നത് എന്തിന്? നിങ്ങൾ പറഞ്ഞു ശരിയാ. രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദി സാത്താൻ പറയണത് ശരിയാ. ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ള, ഞാൻ കർത്താവിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുള്ളതാ. കർത്താവ് നിർത്തിയ സ്ഥാനത്ത് നിൽക്കാതെ ഞാൻ പോയിട്ടുള്ളതാ. ഞാൻ കർത്താവിനെ ധിക്കരിച്ചിട്ടുള്ളതാ, പാപം ചെയ്തിട്ടുള്ളതാ. ശരി തന്നെയാ. ഇന്ന് അകൃത്യം എൻ്റെ കുതികാലിനെ പിന്തുടർന്ന് വളഞ്ഞ് അനർത്ഥം വന്നു കഴിഞ്ഞു. പക്ഷെ എനിക്ക് ഭയമില്ല. ഞാൻ എവിടെയാ? ഒന്ന് പറ. വിടുതലാ. വാ തുറന്ന് പറ. വിടുതലാണോ? ഇന്ന് ഞാൻ എവിടെയാണ്? സൈന്യങ്ങളുടെ ദൈവത്തിന്റെ കൂടാരത്തിലാണ്. ഹല്ലേലൂയ. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ. തകർത്തല്ലോ.
സിയോൻ പുത്രിയായ കന്യക. കർത്താവ് സ്തോത്രം. ഇവിടെ എത്ര ദിവസത്തെ ഉപവാസ പ്രാർത്ഥന? 5 ദിവസമല്ലേ? 4 ദിവസം. 4 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. ഞായറാഴ്ച 26 ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ച അനർത്ഥം വരുക. ഇതിൽ എല്ലാവരിലും ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. ജീവിതത്തിൽ വീഴ്ചകളും താഴ്ചകളും ഇല്ലാത്ത ആരുമില്ല. പക്ഷെ അതിനൊക്കെ അനർത്ഥമുണ്ട്. അനർത്ഥം തിങ്കളാഴ്ച വരുക. സഭ പറയുകയാണ് എന്താണ്? അനർത്ഥം, അകൃത്യം എൻ്റെ കുതികാലിനെ പിന്തുടർന്ന് തിങ്കളാഴ്ച വളയുകയാണ്. ഞാൻ ഭയപ്പെടുന്നത് ദൈവസഭയാണ് പറയുന്നത്. ദൈവസഭയാണ് പറയുന്നത്. ഞാൻ ഭയപ്പെടുന്നതിന് ഞാൻ എവിടെയാ? ഞാൻ കൂടാരത്തിലാണ്. ദൈവസഭ കൂടാരത്തിലാണ്. ഇതിലൊരൊറ്റയാൾ പോലും, ഒരു ഹൃദയം പോലും, ഒരു ജീവിതം പോലും പുറത്തു പാടില്ല. ഈ ശുശ്രൂഷയോടുകൂടി ഇതിലുള്ള ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ എല്ലാവരും എവിടെയായിരിക്കണം? പ്രത്യാശയോട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒന്ന് പറയാണ്, നാണമില്ലാത്ത ജാതിയെ കൂടി വരുവീൻ. ദിവസം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ എന്താ കാരണം? അനർത്ഥം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പോരാട്ടമൊക്കെ തരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്കൊരു ശിക്ഷാവിധി വരുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പോരാട്ടമൊക്കെ ഒന്നും ഉണ്ടാവില്ല. ശത്രുവിൻ്റെ തന്ത്രവാദം. എന്താ കാരണം? ഇവനെ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കണം. എന്തിയാ? ബുധനാഴ്ച എൻ്റെ എൻ്റെ തലയിൽ ഒരു അപകടം ഉണ്ടാകാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ, അനർത്ഥമാണ് വരുന്നതെങ്കിൽ എന്നെ ഈ ദിവസങ്ങളിൽ സാരമില്ല, ഒന്നും കുഴപ്പമില്ലത്. ഇതെങ്ങനെ എവിടെ എത്തിക്കണം? ബുധനാഴ്ച എത്തിക്കണം. കൃത്യമായിട്ട് അവിടെ കല്ല് ഇരിക്കുക, എന്നെ നൃഗതലയിൽ വീഴാൻ. ഇതാ ശത്രുവിൻ്റെ ആഗ്രഹം. കർത്താവ് പറയുകയാണ്, ദൈവാത്മാവ് പറയുകയാണ്, നാണമില്ലാത്ത ജാതിയെ കൂടിവാ, സഭയായിട്ട് കൂടിവാ. പാപങ്ങൾ ഏറ്റുപറയാൻ, കുറ്റങ്ങൾ ഏറ്റുപറയാൻ. അവൻ കരുണയുള്ളവൻ. നിന്നെ കരം പിടിച്ച് കൂടാരത്തിനകത്തേക്ക് കയറ്റാം. ക്രിസ്തീയ ജീവിതവും ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നുണ്ടല്ലോ. ക്രിസ്തീയ ജീവിതവും ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അത് ഭക്തന്മാർക്ക് അതിനപ്പുറമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അടങ്ങിയിരിക്കരുത്. 32 സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താ? 32 സങ്കീർത്തനം 3-ാം വാക്യം വായിക്കും. 32 സങ്കീർത്തനം 3-ാം വാക്യം. വേഗം വേണം, സമയം പോട്ട് പോയി. ഞാൻ മിണ്ടാതിരുന്നപ്പോ ഏറ്റവും ഇതുള്ള കാര്യമാണ്. ജീവിതത്തിൽ ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ, ഈ ചേനത്തണ്ടെന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ചേനത്തണ്ടെന്ന് പറഞ്ഞ പാമ്പുണ്ട്. ഈ പാമ്പ് എവിടെയെങ്കിലും ഒരു വിഷം വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാവുന്നവർക്കറിയാം. ഇത് പിന്നെ എങ്ങനെയാവും? കൊത്തുന്നത് കാണാൻ പറ്റുന്നത് ഇങ്ങനെ അങ്ങ് വരും, കക്കെട്ട് പോലെ അങ്ങ് വരും. അതവിടെ കിടക്കും. ഇത് ഒരു പ്രത്യേകതയാണ്. എന്നറിയാമോ? മനുഷ്യന്റെ പ്രത്യേകതയാണ്. തൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അങ്ങ് ലോക്ക് വീഴും. എന്താ? അധികം ആരുടെ സംസാരമില്ല. ഇപ്പം ഇവിടത്തെ പോലെയാ. കാരണം ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞാൽ വെറുതെ പ്രശ്നമാകാന്നേ ഉള്ളൂ. ഏത് സംഗതി പറയാനുള്ളത് പറഞ്ഞു, ചെയ്യാനുള്ളത് ചെയ്തതിന് ശേഷം അത് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മിണ്ടാതിരിക്കുക. ഊരിയാവ് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വാർത്ത കേട്ട് ഊരിയാവ് മരിച്ചു. ദാവീദിന്റെ ചെവിയിലെത്തി. ആരാ കൊന്നത്? ദാവീദാ. ദാവീദ് പറയാം, വാളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ദോഷം ചെയ്യും. യുദ്ധം ചെയ്യുമ്പോൾ അവിടെ ഉള്ളവർ മാത്രമേ മരിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കില്ല. യുദ്ധമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നാശം ചെയ്യും. ഇതിൽ കാര്യത്തിൽ വ്യസനം തോന്നരുത്. ഹായ്, പ്രധാന സ്വാതന്ത്ര്യം. അവൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മിണ്ടുന്നില്ല. അവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നെന്താ? ഞാൻ എന്ത് ചെയ്തപ്പോൾ? മിണ്ടാതിരുന്നപ്പോൾ. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല? മിണ്ടാതിരുന്നപ്പോൾ. പക്ഷെ കർത്താവ് വിടില്ല. അടുത്ത വായിച്ചേ. നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികളൊക്കെ ക്ഷയിച്ചു. പിന്നെ ആ വിഷയത്തിലേക്ക് കിടക്കണം. അപ്പം അത് വേണ്ട, സമയം പോകും. അസ്ഥികളൊക്കെ ക്ഷയിച്ചു. ദൈവം വെറുതെ വിടുന്നില്ല. അസ്ഥികളിൽ കിടന്ന് പോരാട്ടമാണ്. രാവും കർത്താവ് വിടുവോ? രാവും പകലും കർത്താവിന്റെ കരം ഭാരമാണ്.
എന്താണെന്നറിയാവോ ഭാരപ്പെട്ട് എത്തി വെച്ചിരിക്കുന്നത്? വരുന്നുണ്ട്. ഏതാ? നീ ചെയ്തതിനുള്ള സമ്മാനം വരുന്നുണ്ട്. അവൾ പുറപ്പെട്ടു കഴിഞ്ഞു. ഏതാ? അനർത്ഥം വരുന്നുണ്ട്. ഈ പുസ്തകത്തിലെ പ്രമാണം അനുസരിച്ച് നീ ആരാന്നറിയാവോ? ജീവന് പകരം ജീവനെന്നാ പ്രമാണം. ആ പ്രമാണമാണ് കയ്യിലിരിക്കുന്നത്. നിന്റെ ജീവനെ എടുത്തു കളയാൻ അവിടെ നിന്ന് അനർത്ഥം വന്നു കഴിഞ്ഞു. നിന്റെ ജീവനെ എടുത്തു കളയാൻ അനർത്ഥം വന്നു. അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അതിനു മുൻപ് നീ ഈ കാര്യം ഒന്ന് എന്ത് ചെയ്യണം? ഒന്ന് ഏറ്റുപറഞ്ഞ് ക്രമീകരണം പ്രാപിച്ച് ഈ കൂടാരത്തിനകത്ത് കയറണം. കർത്താവ് ആഗ്രഹിക്കുക. നിത്യമായ ഞരക്കമാണ്. അത് പിന്നീട് ഇവൻ ഈ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടി കഴിഞ്ഞ ശേഷം മാനസാന്തരപ്പെട്ട് നിലവിളിക്കുമ്പോൾ ആ വാക്കറിയാം. ആ വാക്ക് പറയുന്നത് ഇപ്രകാരമാണ്: ക്രമീകരണം പ്രാപിച്ചു ഹോവേ സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണം. അപ്പോൾ ഒരു തെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, പാപത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ കേൾക്കുന്ന മുഴുവനും എന്താ? വേദനയുടെയും ദുഃഖത്തിൻ്റെയും വാക്കുകളാണ്. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ സമയമില്ല അപ്പോൾ നമുക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികളൊക്കെയും ക്ഷയിച്ചു പോയി. പറ്റിപ്പോയി. നിവർത്തിയില്ല. ഇനി വെച്ചോണ്ടിരിക്കുന്നില്ല. കാരണം ഇത്രയും കാലം ഞാൻ സഹിച്ച് എനിക്കിത് ഏറ്റു പറയാതെ വയ്യ. ഞാനൊരു തീരുമാനമെടുത്ത്, എന്താ അറിയാവോ, ഞാൻ എൻ്റെ കർത്താവിനോട് സകലവും തുറന്നു പറയാൻ പോകും. ഞാൻ എൻ്റെ കർത്താവിനോട് ഒന്നും മറച്ചു വയ്ക്കാതെ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള എൻ്റെ ജീവിതം മുഴുവൻ തുറന്നു പറയാൻ പോവാ. അവിടെ നിന്ന് ഇപ്പോൾ പകുതി വഴി കഴിഞ്ഞു. ഏതില്ലേ? അനർത്ഥം പുറപ്പെട്ട് പകുതി വഴി കഴിഞ്ഞത് എപ്പോൾ വരും? കരുണയാ. തൻ്റെ ഭക്തനെ രക്ഷിപ്പാൻ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയുടെ വലിപ്പമാണ് ഒരു ഉപവാസം എന്ന് പറയുന്നത്. ഒരു ക്രമീകരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹാദയ. കർത്താവിന് സ്തോത്രം. വചനം പറയുന്നത് തുറന്ന് വായിച്ചു. ക്ഷമിച്ചു തന്നു. ഇതിനുവേണ്ടി ദൈവം നോക്കിയിരിക്കുകയായിരുന്നു. എന്താ വേണ്ടിയിട്ടാ? അകൃത്യം ക്ഷമിച്ച് ഇവനെ എവിടെ കൊണ്ട് അകത്തേക്ക് കയറണം? എങ്ങോട്ട് കയറണം? കൂടാരത്തിനകത്തേക്ക് കയറണം. ഈ കൂടാരത്തിൻ്റെ പ്രത്യേകത എന്താ? അത് മറന്നുപോയി. ഒരു ബാധയും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ബാധയും എടുക്കില്ല. നിന്റെ കൂടാരത്തിന് എടുക്കില്ല. അപ്പൊ ഇതിനകത്തേക്ക് കയറണം. അവസാനം അവൻ തീരുമാനിച്ചു, ഞാൻ എൻ്റെ അകൃത്യം ഞാൻ മറച്ചില്ല, എൻ്റെ പാപം എന്നതാണ് കർത്താവ് എന്ന് ഞാൻ പറയാൻ പോവാണ്. മതി. കർത്താവ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ കൂടാരത്തിനകത്തേക്ക് ഇവൻ കയറം പിടിച്ച് കയറ്റാൻ. അവനാര്? അകൃത്യം, തൻ്റെ ജനത്തിന്റെ അകൃത്യം ക്ഷമിക്കുന്നവൻ. അവനാര്? കർത്താവ് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നത് സംഭവിച്ച കാര്യം എന്താണെന്നറിയോ? വായിച്ചോ. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നെ വിളിച്ചപേക്ഷിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അവരുടെ അടുക്കള. ഈ പെരുവെള്ളം എന്ന് പറഞ്ഞാൽ പെരുവെള്ളത്തിന്റെ അർത്ഥം എന്നാ? പെരുവെള്ളത്തിന് പല അർത്ഥങ്ങളുണ്ട്. പ്രധാന അർത്ഥം എന്നാ? ഭൂമിയിൽ ആദ്യം പെരുവെള്ളം ഉണ്ടായതെന്നാണ്. നോക്കേണ്ട കാലത്ത് അതെന്താ? ന്യായവിധി. അപ്പൊ പെരുവെള്ളം എന്ന് പറഞ്ഞാൽ എന്താ? ന്യായവിധി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്ന അവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഏതാ? അനർത്ഥമാണ്. ഈ ന്യായവിധിയായി പെരുവെള്ളമാണ് ഇങ്ങ് വരുന്നത്. ഇവൻ തെറ്റ് ചെയ്ത അന്ന് ഈ വെള്ളം അവിടുന്ന് പുറപ്പെട്ടു. ഇവൻ പാപം ചെയ്ത അന്ന് അവിടെ നിന്ന് ഈ അനർത്ഥം അവിടുന്ന് പുറപ്പെട്ടു. ഇവൻ പാപമേറ്റു പറഞ്ഞ് ഇന്ന് കർത്താവിന്റെ കൂടാരത്തിൽ കയറി. കർത്താവിന്റെ കൂടാരത്തിൽ കയറിയപ്പോൾ പെരുവെള്ളം അപ്പോഴത്തേക്കും വന്നു. എന്ത് ചെയ്തു? വായിച്ചു. അടുക്കിലേക്ക് കയറാൻ പറ്റുന്നില്ല. ഊരിയാവിനെ കൊന്നവനാ. അറിയാവോ? ഊരിയാവിനെ കൊന്നവനാ. അവനെ കൊല്ലാനായിട്ട്, ദാവീദിനെ കൊല്ലാനായിട്ട് എത്ര പേര് എഴുന്നേറ്റെന്നറിയാവോ? അവസാനം ഒരു പ്രവൃത്തിയിൽ അവൻ മരിക്കേണ്ടതാ. അഹീത്തോഫേല് ഒരാലോചന പറഞ്ഞു, ഞാൻ ശരിയാക്കാം, ഞാൻ അവനെ കൊല്ലാം, ഞാൻ അവനെ കൊന്നോളാം, നിങ്ങളൊന്നും അറിയണ്ട. ആ ആലോചന പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവവും നോക്കുമ്പോഴും ശരിയാ. അന്ന് ആ ആലോചനയിൽ ദൈവം സമ്മതിച്ചു പോയെങ്കിൽ ദാവീദില്ല. പക്ഷെ ദൈവം അഹീത്തോഫേലിന്റെ ആലോചന
വ്യർത്ഥമാക്കി കളഞ്ഞു. കാരണം എന്താ? അവനിപ്പോൾ എവിടെയാ എന്ന് പറഞ്ഞു. ഈ ഊര്യാവിനെ കൊന്നവൻ ഇപ്പൊ എവിടെയാ? കൂടാരത്തിലാ. ഇന്ന് അവനെ തൊടാൻ പറ്റില്ല. ഇന്ന് അവനെ തൊടാൻ സാധിക്കില്ല. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ അടുക്കളോളം എത്തുകയില്ല. ഒരു കാര്യം ഓർത്തോളം, പെരുവെള്ളം ഒരാൾക്കുള്ളതല്ല. ആരെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടോ, ആരെല്ലാം കുറ്റം ചെയ്തിട്ടുണ്ടോ, അവർക്കെല്ലാം ഉള്ളതാണ് പെരുവെള്ളം. അത് പുറപ്പെട്ടു കഴിഞ്ഞു. ഈ ഉപവാസ പ്രാർത്ഥനയെങ്കിൽ കൂടി കർത്താവ് ജനത്തെ കൂട്ടി വരുത്തുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നാണമില്ലാത്ത ജാതിയെ ദിവസം പതിർ പോലെ പോയി പോകുന്നു, അനർത്ഥ ദിവസം വരുന്നു, കൂടി വരുവീൻ, നിന്റെ പാവം ഏറ്റുപറ, നിന്റെ കുറ്റങ്ങൾ ഏറ്റുപറ. അവൻ നിന്നെ വലങ്കരം പിടിച്ച് കൂടാരത്തിനകത്താക്കി നാളെ പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് നിന്റെ വാവോട് പറയും. കാരണം ഞാനിന്ന് കർത്താവിന്റെ കൂടാരത്തിലാണ്. ഞാനിന്ന് കർത്താവിന്റെ കൂടാരത്തിലാണ്. കർത്താവിന് സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ സഹോദരങ്ങളെ, കർത്താവ് നമ്മെ കേൾപ്പിച്ച വചനം ചെറുതല്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സൂചിപ്പിക്കുന്ന വചനം ചെറുതല്ല, ആശയം ചെറുതല്ല. പിന്നെയോ ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ നാം എല്ലാവരും കൂടാരത്തിന്റെ അകത്ത് നിന്ന് പെരുവെള്ളത്തെ അതിജീവിപ്പാൻ ദൈവം ബുദ്ധി പറയുമ്പോൾ നമുക്ക് അവന്റെ മുമ്പിൽ താഴാം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സിയോൻ സൈന്യമേ ഒരു
ദൈവസന്നിധിയിൽ നമ്മൾ കേട്ടത് ഓർത്തുകൊള്ളുക. ഇതാ നാം ഈ ഉപവാസത്തോടുകൂടി കർത്താവിൻ്റെ കൂടാരത്തിലേക്ക് പ്രവേശിക്കുക. മറഞ്ഞിരിക്കുന്നൊരു ഭാവം ഉണ്ടാകാൻ പാടില്ല. മറഞ്ഞിരിക്കുന്നൊരു ഭാവം ഉണ്ടാകാൻ പാടില്ല. മനഃപൂർവ്വം ആരും ഒന്നും മറച്ചു വെക്കരുത്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വെള്ളം പോലെ നിന്റെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരുക. കർത്താവിന്റെ സ്തോത്രം. മറച്ചു വെക്കരുത്. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇതാ കൂടാരത്തിൽ പ്രവേശിപ്പാൻ ഒരനർത്ഥവും ബാധിക്കാത്തൊരു കൂടാരം നമ്മുടെ മുമ്പിൽ നിൽക്കും. അതിലേക്ക് നമ്മെ കയറ്റി സുരക്ഷിതരാക്കുവാൻ മനസ്സുള്ളവനായ ദൈവം നമ്മോടൊപ്പം ഉണ്ടല്ലോ. അവൻ പ്രവർത്തിക്കട്ടെ. ഇന്ന് ഈ ദൂതിന്മേൽ സഭയെ വഹിച്ചുകൊണ്ട് ആൽത്തനാൽ ജോർന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഞങ്ങളുടെ അകത്തുകൾ ഓർമ്മിച്ചാൽ നിന്റെ സന്നിധിയിൽ ആമേൻ. കർത്താവേ, അത് മറുപടി ചെയ്യുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അനർത്ഥങ്ങൾ നിരവധിയാണ് കർത്താവേ. ഓ ഹല്ലേലൂയ. അനർത്ഥങ്ങൾ കർത്താവേ അസംഖ്യമാകുമെങ്കിൽ ആവികളായ അടികൾക്ക് അനർത്ഥങ്ങളായി ഓർക്കുന്നു കർത്താവേ. കേട്ടതായ വചനത്തിന് മുൻപാകെ തീരുമാനത്തോടുകൂടി ഞങ്ങളായിരിക്കാൻ ദൈവവഴിയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ മഹത്തായ കൂടാരത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇന്ന് രാത്രി കേട്ടതായ വചനത്തിൽ ഓരോരുത്തരും ഇടപെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടുത്ത ദിവസം കർത്താവേ കടന്നു വരുന്നു. കർത്താവേ, അത് കേട്ട് കർത്താവേ ഞങ്ങൾക്ക് അനർത്ഥം സംഭവിക്കാതിരിക്കുവാൻ കൂടാരത്തിലേക്ക് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്ന ഓരോ കുടുംബത്തെയും അനുഗ്രഹിച്ചാട്ട്, ഓരോ വ്യക്തി ജീവിതത്തെയും അനുഗ്രഹിച്ചാട്ട് കർത്താവേ. അവരുടെ അനേക വിഷയങ്ങളുമായാണ് എന്റെ കടന്നു വന്നിരിക്കുന്നത്. അതിനെല്ലാം മറുപടി കിട്ടണമെങ്കിൽ കർത്താവേ നിന്റെ ഉള്ളിൽ അകത്യമുണ്ടോ എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കുവാൻ കർത്താവ് നല്ല ദൈവവചനത്തിനായി ഞങ്ങൾ കർത്താവേ ദൈവത്തെ വാഴ്ത്തുന്നു കർത്താവേ. ഇന്ന് രാത്രി കാലം കർത്താവേ ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ കർത്താവിൽ നിന്റെ ദൂത് വഹിച്ചുകൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ അതിൻ പ്രകാരം ജീവിക്കുവാൻ കർത്താവ് ഇടവരുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ ഈ സഭയെ പൊതുവായി ഏൽപ്പിക്കുന്നു കർത്താവേ. ഓ ഹല്ലേലൂയ. ഓരോരുത്തരെയും അനുഗ്രഹിക്കണം കർത്താവേ. ഒരു കുഞ്ഞു പോലും എണ്ണത്തിൽ കുറയാതെ വണ്ണം നിന്റെ കൃപയിൽ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ ഹല്ലേലൂയ. കേട്ടതായ വചനത്തിൻപാകെ ഞങ്ങൾ കർത്താവേ ഞങ്ങളെ തന്നെ കാത്തിയേൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളെ അനുഗ്രഹിക്കണം. ദൈവകൃപയാൽ കർത്താവേ നാളെ ഞങ്ങൾ കടന്നു വരുവാൻ കർത്താവ് ഇടനൽകണമേ കർത്താവേ. ഈ ഉപവാസ പ്രാർത്ഥന കർത്താവേ ഞങ്ങൾ മേശക്കലേക്ക് കടന്നു വരുവാൻ ഇടയാക്കണമേ. ഒരു പട്ടുപോലും അതിന്റെ ഉള്ളിൽ ഇരിക്കുവാൻ പാടില്ല എന്ന് ഉറപ്പും ചാറ്റുകൊണ്ട് കർത്താവേ കാലം കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് മാറ്റി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലരെയും കർത്താവേ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവദാസന്മാരെ ഓരോ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും ഭവനത്തെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് അടിയെയും അടിയുടെ കുടുംബത്തെയും ഏൽപ്പിച്ചുകൊണ്ട് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു.